ഇന്ന് യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ബ്ലോഗൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അവിടെ കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെരിന്തൽമണ്ണയിലത്തെ MLA ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മെയിൻ ഗസ്റ്റായിട്ട് ഷാജി ഉമ്മയെന്നുണ്ടായിരുന്നു. അവരെ പരിചയപ്പെടാനും അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് ബസ്സിലാണ് പോകുന്നത്. ഒരു 5:30 മണിക്ക് പോയി ഒരു 8:30 മണിയായപ്പോൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തി. ഇപ്പോൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടുന്ന് ഒരു ഓട്ടോക്കാണ് പോയത്. അങ്ങനെ ഗ്രീൻ ടേബിൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. എന്റെ ഭാഷയില് ഞാൻ സ്വാഗതം ചെയ്യാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. കണ്ണം നടക്കാവോ? കൈയൊന്ന് കെട്ടിക്കോളൂ. ഇവിടെ കണ്ണിറുകി അടച്ചോളൂ. ഞാനൊരു സുഹൃത്തിനെ വൈകിട്ട് നമുക്കുണ്ടായിരുന്ന ഗുണം തന്നെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. കറകളഞ്ഞ സ്നേഹമായിരുന്നു അവരുണ്ടായിരുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ഫോൺ വരുന്നതിന് മുമ്പ്, മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് ഒരു മോളെ കെട്ടിച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മോളെ വീട്ടിലത്തെ വിശേഷം അറിയാൻ വേണ്ടി ചെയ്തിരുന്ന കാര്യം എന്തായിരുന്നു? അവ വീട്ടിലത്തെ ഗൃഹനാഥൻ അല്ലെ ഒരു ബസ് കയറി ഒരു ഇത്തിരി മിച്ചറും വാഴക്കപ്പുരയൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോയി അവിടെ എത്തി ആ വീട്ടിൽ ചെന്നിരുന്ന് ഇത്തിരി നേരം നിന്ന് മോൾ എന്തൊക്കെ വർക്കാ ചെയ്തിരുന്നത്, മോൾ എന്താ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി മോളെ എല്ലാ കാര്യം നോക്കിയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടും. എല്ലാ 30 ദിവസവും വീഡിയോ ഇടും. അതിൽ ഒന്നരടം വീഡിയോ ഇടും, മറ്റേ വീഡിയോ ഇടും യൂട്യൂബിൽ. ഇത് ഷോർട്ടാക്കിയിട്ട്, ഈ വീഡിയോ ഒന്ന് ഷോർട്ടാക്കിയിട്ട് പിറ്റത്തെ ദിവസം ഇടും. അതിന് ഒരു ടൈമിന് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു രീതിക്ക് തന്നെ എല്ലാ ദിവസവും 30 ദിവസവും വീഡിയോ ഇടും. എന്തായാലും നമ്മൾ എന്തായാലും വീഡിയോ എന്തായാലും കയറും. അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടുക, അതാണ് മെയിൻ. എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇവർക്ക്? അവിടെയൊക്കെ ചപ്പ അതൊക്കെ കുറച്ച് മാറ്റിയിട്ടിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലാണ്. ഇവൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാനപ്പോ ഇവരെ ചീത്ത പറഞ്ഞു, ഇച്ചിരി അവരെല്ലാം പണിക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ നിന്നോളാം, ഈ കമ്പനിക്ക് പണിക്ക് പോകുന്നു. അപ്പൊ ഇതിനൊക്കെ എന്നെ ഒറ്റയ്ക്ക് അവിടെ ഇരുത്തിയിട്ട് പോകാൻ Azura. പള്ളിക്കൂടം കാലം തൊട്ടേ കാത്തിരുന്നു നിന്നേ ഞാൻ
എൻ്റെ ഉള്ളിലാശകൾ പകരാനായി മുത്തുമലർന്നോർത്തു വെച്ച് അന്നു ഞാൻ വന്ന വീരം വീഴേ എന്നോടൊന്നും മിണ്ടാത്തവെന്നേ. അപ്പോൾ പരിപാടികളൊക്കെ അവസാനിച്ച് ഇപ്പം നാടുകാണി ചുരം വഴിയാണ് വയനാട്ടിലേക്ക് തിരിച്ചു പോരുന്നത്.